ഹായ് എവരിവൺ. നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽസും നാളത്തേക്കുള്ള ഒരു അനാലിസിസും നോക്കാം. ഇന്ന് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു ബെയറിഷ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. നിയർലി ഒരു 400 പോയിന്റ് ഡൗൺ സൈഡ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഡേ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇന്ന് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു വോളറ്റാലിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഒരു 300 പോയിന്റ് മോർണിംഗ് തന്നെ ഡൗൺ സൈഡിലേക്കും അതിനുശേഷം ഏകദേശം അത്രയും പോയിന്റ് തന്നെ അപ്പ് സൈഡിലേക്കും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്തിൻ അവേഴ്സ്. വിക്സ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇന്ന് 17% എബോവ് ആയിരുന്നു വിക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ വോളറ്റാലിറ്റി നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്ന്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നാളെ വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അത് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നാളെ. ഇനി മാർക്കറ്റിൽ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലാണെന്ന് അറിയാം. പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് പീരീഡിൽ മാർക്കറ്റ് ചെറിയ രീതിയിലുള്ളൊരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നു, ആ ഒരു ലോ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രാപ്പ് ആക്കിയതിന് ശേഷം മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിലൊരു അപ്പ് സൈഡ് ചെറിയൊരു ഷോർട്ട് ടൈം പുൾ ബാക്ക് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ബെയറിഷ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തവരെല്ലാം ട്രാപ്പായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഇതേ ഒരു പാറ്റേൺ സ്ട്രക്ചറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതേപോലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ചെറിയ പുൾ ബാക്ക് വന്നു. ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇനിയൊരു നെക്സ്റ്റ് ഡൗൺ സൈഡ് എൻട്രി എടുക്കുമ്പം ഇതൊരു ട്രാപ്പാണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ നോക്കുക. അത് ഒരു ബിഗിനറാണ് നിങ്ങൾ മാർക്കറ്റിലെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എന്ത് ചെയ്തേക്കാം, വീണ്ടും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ഡൗൺ സൈഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നിയർലി 2350 അല്ലെങ്കിൽ 40 റേഞ്ച് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 23,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ 2350 എന്ന് പറയുന്ന 40 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 23,000 റൈറ്റേഴ്സ് പാനിക്കായിട്ട് എക്സിറ്റ് ചെയ്തേക്കാം ഈ വരുന്ന എക്സ്പയറി കോൺട്രാക്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി നമുക്കൊരു സെല്ലിംഗ് റാലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നിയർലി 22,880 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പേസിൽ നിന്ന് ട്രേഡ് എടുക്കുമ്പം ഒരു പുൾ ബാക്കുകൾ കിട്ടിയതിന് ശേഷം മാത്രം ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്പർച്യൂണിറ്റി. വിക്സ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ട്രേഡിൽ കിട്ടുമോ എന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SL ട്രയൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നാളത്തെ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുമ്പോൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ട് ട്രേഡ് എടുക്കുക. വിക്സ് വളരെ കൂടുതലാണ്. PCR വാല്യൂ നോക്കുവാണെങ്കിൽ 0.65 ആണ്. അതും ബെയറിഷിനെയാണ് കാണിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് എന്ന് പറയുന്ന ബെയറിഷിലാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് HDFCയുടെ റിസൾട്ടും കൂടിയാണെന്നുള്ളതാണ് നാളെ. നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇനിയൊരു റിവേഴ്സൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 23,484 ഈ ഒരു ലെവലാണ്. അപ്പോൾ ഈ ഒരു 480 ലെവൽ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റിൽ ഇനിയൊരു അപ്സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു ബുള്ളിഷ് ഷോർട്ട് ടൈം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുവരെ മാർക്കറ്റ് ബെയറിഷ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ കഴിഞ്ഞ ഇയറിലുള്ള 2023 ഡിസംബർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് നിയർലി ഡിസംബർ തൊട്ട് ബെയറിഷ് ആയിരുന്നു. നിയർലി ഒരു മാർച്ച് മന്ത് വരെ മാർക്കറ്റിൽ ബെയറിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾ 2024ലും ഇതേ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ തൊട്ട് അല്ലെങ്കിൽ ആ ഒരു മന്ത് എന്ന് പറയുന്നത് സെയിം അതേപോലെ ഒരു പാറ്റേണിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിയർലി ഈ ഒരു മാർക്കറ്റിലെ ബെയറിഷ്നെസ് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഇനിയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റേഞ്ചിൽ തന്നെ. അപ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, ഇവിടുത്തെ അതേപോലെ തന്നെ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ഇവിടെ തന്നെ സൈഡ് വേസ് അല്ലെങ്കിൽ ചെറിയൊരു ബെയറിഷ്നെസ്സിൽ ഇനിയും ഒരു 1 or 2 മന്ത് മേ ബി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഉണ്ടാകുന്ന ഷോർട്ട് ടൈം പീരീഡ് ട്രേഡുകളാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഒന്നുകിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ SL ട്രയൽ ചെയ്യുകയോ ചെയ്യാമെന്നാണ് നമുക്ക് പറ്റുന്ന ഒരു കാര്യം.